ഹായ് ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ വീടുകളിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന കോഫി മഗ് കൊണ്ട് എങ്ങനെ ഇൻഡോർ പ്ലാന്റ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല മനോഹരമായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി നാം നഴ്സറിയിൽ പോയി ഒരുപാട് പൈസ ചെലവഴിച്ച് ചെടികൾ വാങ്ങേണ്ടതില്ല. നമുക്ക് വീട്ടിൽ നിന്നും അതുപോലെ അയൽപക്കത്തു നിന്നൊക്കെ അവൈലബിൾ ആയ ചെടികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പൈസ ചിലവില്ലാതെ നമുക്ക് നല്ലൊരു പ്ലാന്റ്, ഒരു ഇൻഡോർ ഗാർഡൻ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാം. അത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ വിശദമായി പറയുന്നത്. ശ്രദ്ധാപൂർവം കേൾക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ വളരെ വേഗത്തിൽ കഴിയുന്നതാണ്. ഇതിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ നമുക്ക് ഈ ഒരു കപ്പ്, ഇതൊരു കോഫി കപ്പ്, ഇത് തീർത്തും അതിൻ്റെ വക്കൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് നമ്മൾ സാധാരണഗതിയിൽ പുറത്തേക്ക് വലിച്ചെറിയും, അല്ലെങ്കിൽ എവിടെയെങ്കിലും മൂലയിൽ കിടക്കുന്നുണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുത്തിട്ട് ഇതൊക്കെ നമ്മൾ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നല്ല മനോഹരമായ പൂച്ചട്ടികളാക്കി മാറ്റാൻ കഴിയും. അതുപോലെ തന്നെയാണ് മറ്റൊരു കപ്പ്. ഈ ഒരു കപ്പ് നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു കപ്പാണെങ്കിലും അതിൻ്റെ പിടി പോയിട്ടുണ്ട്, പൊട്ടിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കതിൽ കോഫി കുടിക്കാൻ കഴിയില്ല. അപ്പോൾ അതും നമ്മൾ ഉപയോഗശൂന്യമായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ അതും നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാകും. അതും നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് വെക്കുക. അതേപോലെ ഇതിന് സമാനമായ മറ്റു കപ്പുകളും എടുക്കാവുന്നതാണ്. ഒരു പൈസ ചിലവില്ലാതെ നമുക്ക് ഇതുപോലെയുള്ള ഉപയോഗശൂന്യമായ കപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല അടിപൊളി ഒരു പൂന്തോട്ടം വീടിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഒരുപാട് കാലം ഉപയോഗിച്ച് കഴിഞ്ഞ് പൊടി പിടിച്ചൊരു കപ്പാണ്, അതും ഇതിനു വേണ്ടി എടുത്തതാണ്. ഇനി എങ്ങനെയാണ് ഇതിൽ ചെടികൾ വെക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യമായി നമ്മൾ ഈ ഒരു കപ്പ് നന്നായി ചകിരി കൊണ്ട് ഉരച്ച് കഴുകുക. നന്നായി ഉരച്ച് പിന്നെ കഴുകി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് കാണാൻ കഴിയും. നന്നായി കഴുകുക. ചെടി വെച്ചതിന് ശേഷം കഴുകുക എന്നുള്ളത് പ്രായോഗികമല്ല. അകം കഴുകേണ്ടതില്ല എങ്കിലും നമ്മൾ ആ പെർഫെക്ഷന് വേണ്ടി കഴുകുകയാണ്. നന്നായി ഉരച്ച് കഴുകുക. ഇതുപോലെ ഉള്ള കപ്പുകളൊക്കെ നാം എടുത്ത് ഇതിന് വേണ്ടി ഉപയോഗിക്കും. മറ്റൊരു കപ്പും എടുത്ത് നന്നായി ഉരച്ച് കഴുകുന്നുണ്ട്. ഇതേപോലെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ഹാളിലും അതേപോലെ മറ്റു ഭാഗങ്ങളിലൊക്കെ മനോഹരമാക്കാം. നമ്മുടെ വീടിൻ്റെ ഭാഗങ്ങളെ മനോഹരമാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ കഴുകി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഇതുപോലെ കഴുകി എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ എങ്ങനെയാണ് ചെടി നടുന്നത്, ഇൻഡോർ ഗാർഡൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഓടിൻ്റെ പൊട്ടാണ്, അതേപോലെ മൺടൈലിൻ്റെ പൊട്ടാണ്. ഇത് എല്ലാവരും വീടുകളിലുണ്ടാകും. ഇത് നമ്മളൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഒന്ന് മുമ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അതിൻ്റെ കഷ്ണങ്ങൾ കാണിച്ചു തരികയാണ്. കണ്ടില്ല, വെള്ളത്തിൽ കുതിർത്ത് വെച്ചതുകൊണ്ട് ഒരുപാട് ജലാംശം അത് വലിച്ചെടുത്തിട്ടുണ്ട്. ഇത്തരം കഷ്ണങ്ങൾ നമുക്ക് വേണം. അത് മൺടൈല്, ഓടിൻ്റെ കഷ്ണങ്ങൾ അതൊക്കെ ഉപയോഗിക്കാം. അവരവരുടെ യുക്തിക്കനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ മണ്ണ്, അതായത് ആദ്യം ഇത് കോക്കോപീറ്റും ചാണകപ്പൊടിയും ഒക്കെ ചേർത്ത് നല്ല മണ്ണിൻ്റെ അമ്ലത്തൊക്കെ ഒഴിവാക്കിയ ഒരു മിശ്രിതമാണ്. അതും നല്ല ചുവന്ന മണ്ണുമായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല മണ്ണിൻ്റെ ആ ഒരു പോഷകം നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ പിന്നെ ഈ ഗാർഡന് സെറ്റ് ചെയ്യാൻ, തയ്യാറാക്കാൻ. അപ്പോഴാണ് അതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു മനോഹരിത ലഭിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ വാടി. ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ച കപ്പിലേക്ക് ആദ്യം ഈ ഓടിൻ്റെ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ടൈലിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഇടാം. ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഒരുപാട് വെള്ളമൊന്നും ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. ഒന്ന് സ്പ്രേ ചെയ്യാനേ പാടുള്ളൂ. അത് വീഡിയോയിൽ കാണിച്ചു തരാം. ഇതേപോലെ നമ്മൾ ഓരോ കപ്പിലും മണ്ണ് നിറക്കുക. അടിയിൽ ആ ഓടിൻ്റെ കഷ്ണങ്ങൾ, മൺടൈലിൻ്റെ കട്ടകൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് മണ്ണ് നിറക്കുന്നു. ആദ്യം ടൈലിൻ്റെ കഷ്ണങ്ങൾ ഇടുന്നു, പിന്നീട് മണ്ണ് നിറക്കുന്നു. മണ്ണ് നിറച്ചതിന് ശേഷം നമുക്ക് ചെടികൾ നടാവുന്നതാണ്. അത് എല്ലാവരും ശ്രദ്ധയോടുകൂടി നോക്കുക. നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു ചെടിയാണിത്. ആ ചെടി
എങ്ങനെയാണ് കപ്പിൽ വെക്കുന്നത് എന്ന് ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഇനി കുറച്ചുകൂടി മണ്ണിട്ട് ഒന്നുകൂടി ഫില്ല് ചെയ്ത് ഒന്ന് അമർത്തി കൊടുക്കുക. നല്ല മനോഹരമായ ഇലകൾ അടങ്ങിയ ഒരു ചെടിയാണിത്. ഇത് നല്ല രീതിയിൽ വേര് പിടിച്ചു കഴിഞ്ഞാൽ നല്ല എനർജറ്റിക്കായി വളരും. നല്ല ചെടിയാണ്. കുറഞ്ഞൊരു സൂര്യപ്രകാശം കിട്ടുന്ന ജനലിൻ്റെ വക്കിലോ അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ മതി. ഈ ചെടിയും നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാം. മറ്റൊരു കപ്പിൽ ഈ ചെടിയെ നമുക്ക് വെക്കാവുന്നതാണ്. നല്ല ദൈവത്തിൻ്റെ കലാചാതുരി പ്രകടമായ ചെടിയുടെ ഇലകളാണ് ഇതൊക്കെ. ദൈവം ഒരു കലാകാരൻ തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ ചുറ്റും എന്ത് ചെയ്യാം, മണ്ണിട്ട് നിറക്കാം. മണ്ണിട്ട് നിറച്ചുകൊണ്ട് നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കാം. ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ വെള്ളമൊക്കെ നനയുമ്പോൾ ചെടിയുടെ പൊസിഷൻ മാറാൻ സാധ്യതയുണ്ട്. ശേഷം വീണ്ടും നമ്മൾ അടുത്ത മറ്റൊരു കപ്പിൽ നല്ല അടിപൊളി മറ്റൊരു വർണ്ണശബളമായ ഒരു ചെടി വെക്കാൻ പോവുകയാണ്. അതും വേരുകളുള്ള ചെടിയാണെങ്കിൽ വളരെ നന്നായിരിക്കും. വേരുകളുണ്ടെങ്കിൽ ഒന്നുകൂടി ഉഷാറായിരിക്കും. അപ്പോൾ അത് നാം ഇടുക. മണ്ണ് ചുറ്റുഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി ചെടിയെ ഒന്ന് ഉറപ്പിക്കുക. ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ആ ഭാഗങ്ങളിലേക്കുള്ള ആ ഒരു ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കുക. ഈ ചെടിക്ക് ഒരുപാട് നന പാടില്ല. ഇതുപോലെ വീടുകളിൽ നമ്മൾ പിന്നെ വാങ്ങിയ സ്പ്രേയുടെ കുപ്പിയോ സാനിറ്റൈസറിൻ്റെ കുപ്പിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വെള്ളം നിറച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വേണം നമ്മൾ ഈ ചെടിയെ പരിപാലിക്കാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ കപ്പ് കൊണ്ടൊക്കെ വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു രൂപയുടെ ചിലവില്ലാതെ നമുക്ക് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ മനോഹരമായ ഇൻഡോർ ഗാർഡൻ, വീട്ടിനുള്ളിലെ പൂന്തോട്ടങ്ങൾ നമുക്ക് തന്നെ നിർമ്മിക്കാം. ഒക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലും പുറമേയുമുണ്ട്. ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ നമുക്ക് ഈ ചെടികളെ നല്ല രീതിയിൽ നാം പരിപാലിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീടിൻ്റെ ഉള്ളിൽ മനോഹരമാകും. വിശിഷ്ടാതിഥികളൊക്കെ വരുമ്പോൾ വളരെ മനോഹരമായൊരു കാഴ്ച അവർക്ക് സമ്മാനിക്കാനും നമുക്ക് കഴിയും. അപ്പോൾ നേരത്തെ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ആ കപ്പ് എങ്ങനെയാണ് യോഗ്യമാക്കിയത് എന്നാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞത്. എല്ലാവരും അവരവരുടെ അവൈലബിളായ ലഭ്യമായ പാത്രങ്ങളും അതേപോലെ കപ്പുകളും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇൻഡോർ ഗാർഡൻ എല്ലാവരും ഒന്ന് വീടിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നല്ല മനോഹരമായ ഒരു 3 ചെടികളാണ് ഈ കപ്പിലിരിക്കുന്നത്. അവരവരുടെ ഇഷ്ടമനുസരിച്ച് പൂക്കളുള്ള ചെടികളും നമുക്ക് തിരഞ്ഞെടുക്കാം. മറ്റു ചെടികളൊക്കെ 10 മണിയൊക്കെ തിരഞ്ഞെടുക്കാം. 10 മണിപ്പൂവൊക്കെ മനോഹരമായിരിക്കും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.